എങ്ങനെ നേരിടാം എന്നുള്ളതായിരുന്നല്ലോ നാം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശക്തി ക്ഷയിപ്പിക്കുക എന്നതാണ് അവൻ്റെ ഒന്നാമത്തെ ശ്രമം. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നാം വായിച്ചാൽ അതിന് വളരെ ശ്രദ്ധയേറിയതായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണി പകുതിയായപ്പോൾ അധൈര്യത്തിൻ്റെ ആയുധം ശത്രുവിന് നേരെ തൊടുത്തു വിട്ടതായിട്ട് നാം കാണുന്നു. ഒരു വലിയ മല കയറുവാൻ തീരുമാനിച്ച യാത്ര പുറപ്പെട്ട ആളിന് അധൈര്യവും നിരാശയും ഉണ്ടാകുന്നത് മലയുടെ പകുതി ദൂരം എത്തുമ്പോഴല്ല. മടങ്ങിപ്പോയാലോ ഇത്രയും ദൂരം ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല, ഇനിയും വളരെ ഉയരം കയറാനുണ്ട്, അതിനുള്ള ശക്തി എനിക്കില്ല, എൻ്റെ ശക്തി ക്ഷയിച്ചു. ജനത്തിൻ്റെ ഉത്സാഹം സകല എതിർപ്പുകളെയും ജയിക്കുന്നു. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ശ്രമം. അത് കഴിഞ്ഞ് പകുതിയാകുമ്പോൾ അധൈര്യത്തിൻ്റെ ആയുധം പ്രയോഗിക്കുക എന്നുള്ളതാണ് അവൻ്റെ അടുത്ത പടി. ഒരു മല കയറുവാൻ തീരുമാനിച്ച യാത്രികന് അധൈര്യത്തിൻ്റെ വാക്കുകളെയും അസാധ്യതകളുടെ കൂമ്പാരങ്ങളെയും നിരത്തി വെക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. രണ്ടാമതായി നാം നോക്കുമ്പോൾ ദർശനം വാങ്ങുക. കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ഞങ്ങൾ എത്രമാത്രം വേല ചെയ്തു എന്നിട്ടും തീർന്നില്ല, ഇനിയും ദർശനമുള്ളവർ ഒരിക്കലും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏത് കാരണവശാലും പറയുകയില്ല, പ്രസ്താവിക്കുകയില്ല. പണി പൂർത്തിയാക്കുവാനുള്ള ചിന്ത വിട്ടിട്ട് കല്ലും മണ്ണും ഇനിയും എന്നൊക്കെയുള്ള പ്രസ്താവനകളാണ് ഒരു യാത്രികനെ വളരെയധികം ക്ഷീണിപ്പിക്കുന്നത്. മൂന്നാമതായി ഉറപ്പ് നഷ്ടപ്പെടുത്തുക. മതിൽ പണിയുവാൻ നമുക്ക് കഴിയയില്ല എന്ന് 4-ന്റെ 10-ൽ നാം കണ്ടു. ശക്തി ക്ഷയിക്കുകയും ദർശനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പറയുന്ന വാക്കാണ് നമുക്ക് കഴിയയില്ല. ഉത്സാഹം നഷ്ടപ്പെടുത്തുന്ന വാക്ക് സ്വർഗത്തിലെ ദൈവം നമുക്ക് സാധിപ്പിക്കും എന്ന് 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കാണുന്ന വാക്യം കൊണ്ട് നാം എതിരിടണം. നാല്, സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുത്തുക. 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ശത്രു പറഞ്ഞത് അവർ കേട്ടപ്പോൾ സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടു. മനുഷ്യരുടെ ജീവിതത്തിൽ അധൈര്യം ഉണ്ടാക്കുന്നത് ഭീഷണി നിമിത്തമല്ല, കഴുകനെ പോലെ ശക്തി പുതുക്കേണ്ട സമയമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ. ലക്ഷ്യബോധത്തോടെ ദൈവത്തെ ഉത്സാഹിപ്പിച്ച് ജനത്തെ ഉത്സാഹിപ്പിച്ച് 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നത് അങ്ങനെയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ ജോലിയൊക്കെ അല്പനേരത്തേക്ക് നിർത്തിവെച്ചിട്ട് വിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ശക്തി സംഭരിക്കുകയും കർത്താവിലേക്ക് നോക്കി 4-ന്റെ 14, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോയി എന്ന് നാം കാണും. രണ്ടാമതായി കർത്താവിലേക്ക് നോക്കി 4-ന്റെ 14. മൂന്നാമതായി പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. പ്രാർത്ഥിച്ചാൽ മതി, ദൈവം എല്ലാം നോക്കിക്കൊള്ളുമെന്നല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പുനരാരംഭിക്കുന്നതാണ് ദൈവിക വശം. പ്രാർത്ഥനയിൽ സംഭരിച്ച ശക്തി
സംഭരിച്ച ശക്തി വേലയ്ക്ക് പ്രയോജനമാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്നിച്ചു കൂടാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. 4:19-20 വാക്യങ്ങൾ. കാഹളനാദം കേൾക്കുന്നിടത്ത് നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ കൂടണം. ഇതാണ് ആത്മീയ കൂട്ടായ്മയുടെ ബലം. ദാവീദിൻ്റെ പ്രതിസന്ധിയിൽ തോളിൽ ചാരി കരയുവാൻ ഒരു യോനാഥാൻ ഉണ്ടായിരുന്നത് പോലെ ആത്മീയ കൂട്ടായ്മയിൽ പരസ്പരം ചെയ്യുവാനുള്ള കൂട്ടായ്മയിൽ അപ്രകാരം ചെയ്യുവാനുള്ള പ്രവൃത്തി ഉറപ്പാക്കുകയാണ് വേണ്ടത്. 5-ാമതായി പരസ്പര സഹായം ഉറപ്പാക്കുക. 4-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ. കർത്താവിൻ്റെ വേല ഒരാൾക്ക് തനിയെ പൂർത്തിയാക്കുവാൻ കഴിയുന്നതല്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നാം ബോധമുള്ളവരായിരിക്കണം. നാം പരസ്പരം സഹായിക്കുന്നവരായിരിക്കണം. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പരസ്പരം നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ മുമ്പാകെ ഷെയർ ചെയ്യുന്നവരായിരിക്കണം. ശത്രു പിന്നെയും അനവധി ഉപായങ്ങൾ പ്രയോഗിച്ചു എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ നെഹമ്യാവും തൻ്റെ അനുയായികളും 6:15 വായിച്ചാൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുടെ വേലയെ തകർക്കുവാൻ ശത്രുവിന് കഴിയില്ല. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് പ്രസ്താവിക്കും. വിശ്വാസത്തിൻ്റെ പ്രസ്താവന പറഞ്ഞുകൊണ്ട് വേല തുടരും. അതാണ് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തുർക്കി സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ റഷ്യയിലെ യോസഫ് സ്റ്റാലിൻ ഉറക്കത്തിൽ തന്നെ കൊല്ലും എന്ന് ചിന്തിച്ച് സുരക്ഷിതമാക്കപ്പെട്ട 8 മുറികൾ ഉണ്ടായിരുന്നു എന്ന് സമകാലീന ചരിത്രം പറയുന്നുണ്ട്. മരണഭീതിയാണത്. ഒരു മുറിയിൽ കമ്പിവലയ്ക്ക് പിന്നിൽ നിന്ന് പൊതുജനത്തെ അഭിമുഖമായി കണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു പ്രത്യേക മീറ്റിംഗ്, ഒരു കോൺഫറൻസ് ഹാള് തനിക്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ വെല്ലുവിളികളെ നേരിടുന്നതിന് വെല്ലുവിളികളെ കൊണ്ടുവരുന്നത് ശത്രുവിൻ്റെ നമ്പർ 1, അവൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അവൻ്റെ ആയുധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയോടെ അതിനെ നേരിടുവാനും ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ശക്തി സംഭരിച്ച് ലഭിച്ചതായ ശക്തി ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതയാത്രയിൽ തുടർന്നും സഹായിക്കുമാറാകട്ടെ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവം. അവൻ വാക്ക് മാറാത്തവൻ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. അവൻ നമ്മളെ തകർത്ത് കളയും എന്നൊക്കെയും പറഞ്ഞ് നമ്മുടെ നേരെ വന്ന് പല വിധത്തിലൂടെ അവൻ നമ്മളെ വേട്ടയാടുമ്പോൾ പല വിധത്തിലും നമ്മുടെ നേരെ ആഞ്ഞടിക്കുവാൻ അവിശ്വാസത്തിൻ്റെ പ്രസ്താവന നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നാം അങ്ങനെയല്ല വേണ്ടത്. പിന്നെയോ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാണ്. ജീവിതത്തിൽ അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യവിളി കേട്ട് ആ കർത്താവിൻ്റെ പാവനമായ പാത പിൻപറ്റുവാൻ ഇറങ്ങി പുറപ്പെട്ട 12 ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, നിങ്ങൾ ധൈര്യപ്പെടുവീൻ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് കണ്ടാൽ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. ഈ വാഗ്ദത്തം ആ ശിഷ്യന്മാർക്ക് മാത്രമല്ല, എക്കാലത്തും കർത്താവ് വിശ്വസിക്കുന്ന ഏത് യുഗത്തിലുമുള്ള ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളാകിയാൽ കർത്താവിൻ്റെ ധന്യനാമത്തിൽ നമുക്ക് ആ ദിവ്യവചനത്തെ ഈ ദിവസങ്ങളിൽ നേരിടാം. അതിനാൽ നമുക്ക് കർത്താവിൻ്റെ ധന്യനാമത്തിൽ വിശ്വാസത്തിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കപ്പെടുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച്
നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്ന് ഇസ്രായേൽ പുരോഹിതന്മാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സദസ്സിനെ എല്ലാം അനുഗ്രഹിക്കുമായിരുന്നു എന്ന പോലെ നാം പരസ്പരം കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം അനുഗ്രഹിക്കാനും പരസ്പരം അനുഗ്രഹിക്കാനും ബാധ്യസ്ഥരാകുന്നു. നാം മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുമെന്ന് വാചനം നമുക്കുണ്ട്. ആകയാൽ സകലവിധ ഐശ്വര്യവും നന്മയും കർത്താവിൻ്റെ ധന്യനാമത്തിൽ അന്യോന്യം നിറന്നുകൊണ്ട് ജീവിതയാത്ര തുടരാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.